അപ്പോൾ ഇത്തവണയും ഞാനൊരു കിഡിലൻ എൻഡോറുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഞാൻ ഇപ്രാവശ്യം ഡൽഹിയിൽ വന്നതിന് ശേഷം 4ാമത്തെ എൻഡോറാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 3 എണ്ണത്തിനകത്ത് 2 ഓൾറെഡി സോൾഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റത്തെ ഗ്രേ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു റയർ കളറായിട്ടുള്ള അതായത് മാർക്കറ്റിൽ കുറച്ച് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ബ്ലാക്ക് കളറിലുള്ള എൻഡോർ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് ടൈറ്റാനിയം പ്ലസ് ആണ്. 2019 ടൈറ്റാനിയം പ്ലസ് വന്നിട്ടുള്ളത്. അതായത് പുഷ് ബട്ടണൊക്കെ വന്നിട്ടുള്ള ആ ഒരു ഫേസ് ലിഫ്റ്റ് വന്നതിന് ശേഷമുള്ള മോഡൽ. അതായത് 2019 മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ 1,17,000 മാത്രം ഓടിയിട്ടുള്ള ഫുൾ ത്രൂ ഔട്ട് കമ്പനി സർവീസ് റെക്കോർഡല്ല, റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലാത്ത നല്ലൊരു എൻഡവറാണ്. 4x4 ഓട്ടോമാറ്റിക്കാണ്. അതായത് 3.2 ലിറ്ററിൽ വന്നിട്ടുള്ള എഞ്ചിനാണ് കേട്ടോ. നിങ്ങൾക്കറിയാം 2019 BS4 ആണ്. 2020 ശേഷം BS6 ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം 2 ലിറ്ററിലേക്ക് ആണ് ഫോർഡ് എൻഡവറിൽ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് പവർ, അത്യാവശ്യം നല്ല പവറൊക്കെ ഉള്ള എൻജിൻ വാങ്ങാൻ പറ്റുന്ന ലാസ്റ്റത്തെ പീസിൽ കിടക്കുന്ന വാഹനങ്ങളിൽ ഒന്നാണ് ഈ ഒരു വാഹനം. 6 സ്പീഡ് ഓട്ടോമാറ്റിക്കാണ് വന്നിട്ടുള്ളത്. ടയർ ഭാഗങ്ങളൊക്കെ നമുക്ക് ഒരു ഏകദേശം ഒരു 60% ഫ്രണ്ടത്തൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കട്ടയുണ്ട്. നല്ല കട്ടയുള്ള ടയറാണ് ഫ്രണ്ടത്തൊക്കെ. ഒരു 80% ഫ്രണ്ടിൽ പറയാം. പുറകിലൊക്കെ ഒരു 70% റേഞ്ചിൽ നമുക്ക് ടയർ പറയാം. നല്ല ബോഡി ക്വാളിറ്റിയുള്ള വണ്ടി കേട്ടോ. ബ്ലാക്ക് ആണെങ്കിൽ പോലും അങ്ങനെ കാര്യമായ പരിക്കൊന്നുമില്ല. അധികം റീപെയിൻ്റ് ഒന്നും കയറാത്ത വണ്ടിയാണ്. ആകെ ഡിക്കിയുടെ ചെറിയൊരു ഭാഗങ്ങളിൽ റീപെയിൻ്റ് ഉണ്ട്. ഈ ഒരു ഭാഗത്ത് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു തട്ടുണ്ടായിരുന്നു. ഡിക്കിന്ന് റീപ്ലേസ് നല്ല കേട്ടോ, ചെറിയ റീപെയിൻറ്റ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ആ ഒരു ഫെൻഡറിൻ്റെ ഭാഗത്തും റീപെയിൻറ്റ് വന്നിട്ടുണ്ട്. അതല്ലാതെ ബാക്കി മെറ്റൽ ബോഡി പാർട്സൊക്കെ ഒറിജിനൽ പെയിൻറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ കിലോമീറ്ററൊക്കെ പറഞ്ഞു 1,17,000 ഓടിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ നല്ല വണ്ടികൾക്കൊക്കെ ഇടയ്ക്കൊക്കെ പറയുന്ന പോലെ തന്നെ ഡോക്ടർ ഓൺഡ് കാർ എന്നൊക്കെ പറയാറില്ല, അതേപോലെ തന്നെ ഇതൊരു ഡോക്ടറുടെ പേരിലുള്ള വണ്ടിയാണ്. ഡോക്ടർ ഓൺഡ് കാറാണ്. കറക്റ്റായിട്ട് സർവീസൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുള്ള ഒരു വാഹനമാട്ടോ ഈ കിടക്കുന്നത്. അപ്പോൾ ഇനി പുറകുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ പുറകിലെ ഡിക്കിയും ഗ്ലാസും എല്ലാം ഒറിജിനലാണ്. നമ്മൾ 19 കാലുകൊണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ബൂട്ട് തുറന്നു വരുന്നത്. ഞാനിതിന് മുന്നേ 2 വണ്ടി ഇങ്ങനത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണ്. പുറകിലൊന്നും യാതൊരു രീതിയിലുള്ള ആക്സിഡൻറ്റും ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. സീറ്റെല്ലാം ഇലക്ട്രിക്കലി നമുക്ക് വർക്കിംഗ് ആണ്. ഇവിടെയും യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. പ്രോപ്പർ ആയിട്ടുള്ള ഫങ്ഷനിങ് ആണ് പുറകുവശങ്ങളിലൊക്കെ ഉള്ളത്. അന്ന് ഞാൻ വീഡിയോ കാണിച്ചപ്പോൾ ആരാ പറഞ്ഞിരുന്നു വീണ്ടും കാലുകൊണ്ട് കാണിച്ചാൽ അടയും എന്നുള്ളത്. അപ്പോൾ അതൊന്ന് നോക്കിയേക്കാം. സംഭവം അതും ഓക്കെയാണ്. പക്ഷേ അത് നമുക്ക് അത്ര ഈസി അല്ല. കാരണം ഇതിൻ്റെ അടിയിൽ നിന്നുകൊണ്ട് കാലുകൊണ്ടൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ തലയിൽ തട്ടും ഈ സംഭവം. അപ്പം അടയ്ക്കുന്ന സമയത്ത് പുറകിലേക്ക് നിന്നിട്ട് ബട്ടൺ പ്രസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഏതായാലും ഈ ഒരു വശങ്ങളിലൊന്നും യാതൊരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ടയർ ഭാഗങ്ങളൊക്കെ നമ്മൾ ആ സൈഡിൽ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിൽ ഓൾമോസ്റ്റ് 80%, പുറകിലൊരു 70% ടയേഴ്സ് നമുക്ക് പറയാൻ പറ്റും. ഗ്ലാസ് എല്ലാം ഒറിജിനൽ ഗ്ലാസ് ആട്ടോ വന്നിട്ടുള്ളത്. ഡോർ പാഡൊക്കെ പക്ക ക്ലീനാണ്. സൺറൂഫൊക്കെ പ്രോപ്പർ വർക്കിംഗ് ആട്ടോ. നല്ലൊരു ടോപ്പിൽ ഗ്ലാസ് ഏരിയ എൻഡോറിനകത്ത് വരുന്നുണ്ട്. നല്ല എന്താ പറയുക, നല്ല തുറന്നിട്ടാൽ നല്ല വെളിച്ചവും ഒക്കെ അകത്തേക്ക് കയറും. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ടിൽ വേറൊരു വ്യത്യാസം വന്നിട്ടുള്ളത്, ഈ ഒരു സീറ്റും നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 19 മുന്നേയുള്ള വണ്ടികൾക്ക് ഈ ഒരു ഫങ്ഷൻ ഉണ്ടാവില്ല. പിന്നെ ഡാഷ്ബോർഡൊക്കെ പക്ക ക്ലീനാണ്. വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. 1,17,000 ഓടിയിട്ടുള്ളത്. 4x4 ഓട്ടോമാറ്റിക്കാണ്. അതിൻ്റെ മോഡ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ബട്ടൺസ് ഒന്നും യാതൊരു രീതിയിലുള്ള തേയ്മാനങ്ങളും ഇല്ല. പക്ക ക്ലീനാണ്. ഇപ്പോൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ലൊരു ബ്ലാക്ക് കളർ എൻഡവർ 3.2 ലിറ്ററിൽ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ഒരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. 2019 മോഡൽ സിംഗിൾ ഓണറാണ്. 1,17,000 ഓടിയിട്ടുള്ളത്. യാതൊരു രീതിയിലുള്ള റീപ്ലേസ്മെൻറ്റ് സംഭവിക്കാത്ത നല്ലൊരു വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 21,80,000 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഡൽഹിയിലത്തെ പ്രൈസ് ആട്ടോ പറഞ്ഞിട്ടുള്ളത്. 21,80,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഡൽഹിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ഇപ്പം തന്നെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ വീഡിയോ വൈകുന്നേരത്തേക്ക് എഡിറ്റ് ചെയ്തിടുക. ചിലപ്പോൾ ഗ്രൂപ്പിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സോൾഡ് ആവാറുമുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് കോൺടാക്ട് ചെയ്യുന്നവരൊക്കെ ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കാം. ഓക്കെ, ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അതിൽ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു. ബൈ.